ഡീസൻ്റായിട്ട് പിടിക്കുക. ഇത്രയേ ഉള്ളൂ. ഒരു 1 കിലോ സൈസുള്ള സാധനം കേട്ടോ. 4 തൂളിയൊക്കെ ഇട്ടിട്ടുണ്ട്. സ്പോട്ട് മാറാൻ പോകാം ഗൈസ്. അങ്ങനെ രണ്ടാമത്തെ കൂരയൊക്കെ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം 10 ചൂണ്ട ഇട്ടതിൽ ചേറാനാണ്. വലിയ സൈസൊന്നുമില്ല, ആവറേജ് സൈസ് നമ്മളങ്ങനെ പിച്ചുകൊണ്ടൊക്കെ നമ്മളങ്ങനെ ഫസ്റ്റ് മീൻ ചേറാൻ കണ്ടോ. ലൈന് വലിയ മോശമുള്ള ലൈനാണ്. ഇങ്ങനെ ഡീസൻ്റായിട്ട് പിടിക്കുക. ഇത്രയേ ഉള്ളൂ. ഒരു 1 കിലോ സൈസുള്ള സാധനം കേട്ടോ. കണ്ടോ, നമ്മൾ കുപ്പിച്ചുകൊണ്ടിട്ട് ലൈനിലാണ് പിടിച്ചത്. അടിച്ച് വിഴുങ്ങി ഇട്ട തീറ്റ പള്ളത്തി കേട്ടോ. കുഴപ്പമില്ലാത്ത സൈസ് ചേറാൻ അടിപൊളി. അങ്ങനെ നമുക്ക് സ്റ്റിക്കലല്ലെങ്കിലും നമുക്ക് മീൻ പിടിക്കാം. നമ്മുടെ ഹുക്കിരിക്കുന്നുണ്ടോ, കാണാമെന്ന് അറിയത്തില്ല. ഹുക്കിരിക്കുന്നുണ്ട് ചൂണ്ടിരിക്കുന്നുണ്ടോ വായിക്കാത്ത. അതാണ് നമ്മുടെ ഹുക്ക്. ചെറിയ ഹുക്ക് കേട്ടോ. അടിപൊളി ചേറാൻ കേട്ടോ. ഒരു കുഴപ്പമില്ല, സെറ്റ്. കൊല്ലിയുണ്ടോ അതിൽ? കൊല്ലി. എനിക്കും പള്ളത്തിൽ തന്നെയായിരുന്നു വിശ്വാസം. എനിക്ക് അതേ ഉള്ളായിരുന്നു വിശ്വാസം. കാരണം ജാഥ കിടന്ന അതേ ഉള്ളായിരുന്നു. മറ്റേ എല്ലാം ഡെഡായിരുന്നു. ഇങ്ങനെ നമ്മളൊരു ചേറാനെ പൊക്കിയിരിക്കുകയാണ് ഗൈസ്. കൊണ്ടുവരില്ലടാ. ആ ഉണ്ട്. പിന്നെ തറ വെക്കുന്നില്ല, തറ ചത്തുപോയാലും. ചൂട് സിമ്പിളായിട്ട് എടുക്കുക അല്ലേ ഫ്രണ്ട്സ്. ചൂണ്ട നമുക്ക് സിമ്പിളായിട്ട് എടുക്കാം കേട്ടോ. ചൂണ്ട ഇവിടെ ആണ് ഇരിക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് എടുക്കാം. അടച്ചാൽ കൈയുടെ കാര്യത്തിൽ തീരുമാനമാവും. കണ്ടോ, ഇത്രയേ ഉള്ളൂ കാര്യം. ചൂണ്ട നമ്മൾ എടുത്തിട്ടുണ്ട്. കൊല്ലി കൂടാ. നമ്മൾ ഡയറക്റ്റ് ആശനെ കൊല്ലിക്കകത്ത് കേട്ടോ. അല്ലെങ്കിൽ തലയടിക്കും പോയി. കൈ ചൂണ്ട ഇരിക്കുന്നു. കുറച്ച് അവിടെ വെക്കും. കൊല്ലിക്കകത്ത് ഇറക്കിയിട്ടുണ്ട് നമ്മൾ കേട്ടോ. ചൂണ്ട 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 ചൂണ്ട. അങ്ങനെ നമുക്ക് ചേറാൻ അടിച്ചിരിക്കുകയാണ് ഫ്രണ്ട്സ്. കുപ്പിച്ചുണ്ടയിൽ പള്ളത്തിയാണ് കേട്ടോ തീറ്റയിട്ടത്. ആന ഉണ്ടപ്പോൾ അതൊന്ന് കുറേ ചൂണ്ടകൾ സെറ്റ് ചെയ്ത് നമുക്ക് മീൻ അടിക്കുന്നില്ല. സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡെഡാകുന്ന മുമ്പ് ഇവനെ വീട്ടിൽ അല്ലെങ്കിൽ ഒരു വട്ടം ചത്ത് പിന്നെ കൊല്ലുന്ന മോശമില്ല. പിന്നെയും കൊല്ലുന്ന മോശം. അതുകൊണ്ട് ഒരു മീനെ ഒരു വട്ടേ കൊല്ലാറുള്ളൂ. ആ പാത്രം മുട്ടില്ല. വലിയ സൈസ് ഈ നമ്മൾ കുറച്ച് നാളിന് ശേഷം കേട്ടോ നമുക്ക് മഞ്ഞപ്പൊരി ഇടുന്നത്. അടിപൊളി കണ്ടല്ലോ. കുപ്പിയിലിട്ടോ ചുറ്റാ പള്ളി. അല്ല എല്ലാവരും ചിലപ്പോൾ കാരണം കുരുമായി. നമ്മൾ ഫസ്റ്റ് മഞ്ഞപ്പൊരി കിട്ടിയേക്കാണ്. വലിയ സൈസില്ല, നല്ലൊരു ഇടത്തര സൈസാണ്. കണ്ടല്ലോ, അതി കൊണ്ടായിട്ടുള്ളൂ കേട്ടോ. കുഴപ്പമില്ലാത്തൊരു പൂരി കേട്ടോ. രണ്ടാമത്തെ പൂരി കണ്ടല്ലോ. രണ്ടാമത്തെ അല കേട്ടോ, അല കേട്ടാ. രണ്ടാമത്തെ പൂരി പാലച്ചാണ്. കാലക്കൂടെ കിട്ടിയിട്ടുണ്ടോ. പിന്നെ നമ്മുടെ കുപ്പിച്ചൂണ്ട വിജയിച്ചിരിക്കുകയാണ്. ടെസ്റ്റ് അടിക്കാൻ വേണ്ടി ഒരു 10 ചൂണ്ട കിട്ടും. അതിൽ 2 എണ്ണത്തെ മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് തന്നെ വലിയ കാര്യം. നെക്സ്റ്റ് മൂന്നാമത്തിനകത്തൊന്നുമില്ല ഗൈസ്. ചതിക്കപ്പെട്ടിരിക്കുന്നു. വെറുതെ അല്ല മൂന്ന് പറയുന്നത് മൂഞ്ചി എന്ന് പറയുന്നത്.
കാരി കൊത്തിക്കൊണ്ട് പോയായിരിക്കും, മനസ്സിലായോ? നമുക്കിത് നമുക്ക് ഇടാൻ ഇട്ട് വെച്ചിട്ട് പോകാം. ഞങ്ങൾ കരയ്ക്ക് ഇന്നലെ എറിഞ്ഞ് കയറ്റി ഇങ്ങോട്ട്, എല്ലാ കൊട്ടാഞ്ചി വന്ന് എടുത്തിട്ട് കരയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. കരയ്ക്ക് എറിയായിരുന്നു. അപ്പുറത്തോളം ഇല്ലാത്തുണ്ടെന്ന് തോന്നുന്നു, കുഴപ്പമില്ലാത്ത ജസ്റ്റ് മൂന്നാമത്തെ ഇടത്തിലിട്ടിട്ടുണ്ട്. കുപ്പിച്ചുകൊണ്ട് വന്ന് പഴയ പോലെ കിടക്കണം ഫുള്ള്. മൂന്നാമത്തെ ഇടത്തിലാണ് കുറച്ച് അകത്തേ തീറാണ് കുരുക്കണം. മൂന്നാമത്തെ ഏട്ടക്കുരി കിട്ടിയിട്ടുണ്ട്. നമ്മൾ പ്രോപ്പറായിട്ട് കൊണ്ട് ഇട്ടിരുന്നെങ്കിൽ നമുക്ക് മൊത്തത്തിൽ മീനും കിട്ടിയാൽ. നമ്മളവിടെ കരയ്ക്ക് നിന്ന് എറിഞ്ഞ് കയറ്റുമായിരുന്നു ഇങ്ങോട്ട്, കൈ കൊണ്ട് എറിഞ്ഞിടുമായിരുന്നു. പക്ഷെ കുപ്പി മിസ്സിങ്ങ. നമുക്ക് 10 ചൂണ്ട ഇട്ടതിൽ ലാസ്റ്റ് കുപ്പി. അയ്യോ മൂഞ്ചിച്ച് കഴിക്കണം. ഇല്ലേ ഒന്നുമില്ല, ഫ്രീ ആയിട്ട് കിടക്കുന്നു. നാല് തോളിയൊക്കെ ഇട്ടിട്ടുണ്ട്. സ്പോട്ട് മാറാൻ പോവാണ്. ഇവിടെ 4 തോളി ഉള്ളു. സ്ഥലം ഒന്ന് മാറാൻ നോക്കാം. എന്താണെന്ന് മീൻ അടിക്കുന്നില്ല, ഭയങ്കര കാറ്റ്. രണ്ടാമത്തെ കോരി കിട്ടിയിട്ടുണ്ട് രാത്രി. ഗൈസ് അങ്ങനെ രണ്ടാമത്തെ കൂരി കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം തിരക്കേടില്ല, കുട്ടിപ്പയ്യനാണ്. അടുത്ത് അടിച്ചിട്ടുണ്ട് ഗൈസ്. ശരി ഗൈസ്, ശരി ശരി. 2 കൂരി കിട്ടിയിട്ടുണ്ട്.